എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഐസൻ അവനാണെങ്കിൽ അവന്റെ ഹോക്കിയുടെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം സീനിയർ ലെവലിലും അവൻ ക്രിയേറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും പവർഫുള്ളുമായ അരങ്കാസിനെ അവിടേക്ക് വിളിച്ചു വരുത്തും. പിന്നീട് ഓരോ എക്സ്പെരിമെന്റ് അവൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഐസൻ ആണെങ്കിൽ അവരോട് പറയും, ഈ ഹോക്കിയുടെ പവർ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരാൾ ഉറഹറയാണ്. അവനാണ് ഇതിനെ കണ്ടെത്തിയത്. ഇതൊരു ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കി സെയിൽ ചെയ്തതും. സോ അവന്റെ സഹായം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതിന്റെ ഫുൾ പവറിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിന്റെ കുറച്ച് പവർ ഉപയോഗിച്ച് നല്ല പവർഫുള്ളായ അരങ്കാസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതുമാത്രമല്ല, ഈ ഒരു ഹോക്കിയോക്കോ പവർ അത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കും. ഈ ലോകത്തിന് തന്നെ കിങ്ങായിട്ട് ഞാൻ മാറും. അത് കേട്ട് ബാക്കിയുള്ള അരങ്കാസും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ്. ഈ ഒരു എക്സ്പെരിമെന്റ് അത് കംപ്ലീറ്റ് ആകുന്ന സമയത്തിനുള്ളിൽ തന്നെ ആ സോൾ സൊസൈറ്റി അത് ഞാൻ മുഴുവനായിട്ട് തകർക്കും. മാത്രമല്ല, ഈ പവറിനെ അത്ര എളുപ്പത്തിൽ ആർക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയില്ല. നല്ല പവറുള്ള ക്യാപ്റ്റൻസിന് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു ക്യാപ്റ്റൻ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് ഐസൻ അവനാണെങ്കിൽ അതിൽ നിന്ന് ഒരല്പം പവർ അങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. അവനാണെങ്കിൽ ആ ഒരു പവർ ഉപയോഗിച്ച് അടുത്തൊരു അരങ്കാറിനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ അരങ്കാറാണെങ്കിൽ ഇപ്പോൾ വലിയൊരു ചില്ല് ബേസ് ഒക്കെ പൊട്ടിച്ച് പുറത്തേക്ക് വരും. ആ അരങ്കാറിന് ഇപ്പൊ നേരെ നിൽക്കാൻ കഴിയാതെ അത് താഴേക്ക് വീഴുകയാണ്. അതിനെ കാണുമ്പോൾ തന്നെ ഐസന് മനസ്സിലാവും അത് മെന്റലിയും ഫിസിക്കലിയും ഒരല്പം ചലഞ്ചറാണെന്ന്. പക്ഷെ അപ്പോഴും ഐസന്റെ കോൺഫിഡൻസിന് യാതൊരു കുറവുമില്ല. അവൻ ക്യാഷ്വലായിട്ട് ആ അരങ്കാറിനെ തന്നെ നോക്കി അതിനുശേഷം അവന്റെ അസിസ്റ്റൻസിനോട് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറയും. അത് കേട്ട് അവരിപ്പോ പുറത്തേക്ക് പോവാണ്. മറ്റൊരു ഭാഗത്ത് ആ നീലമുടിയൻ അവനാണെങ്കിൽ ഇപ്പൊ ഐസനോട് ഒരുപാട് ദേഷ്യത്തിൽ അങ്ങനെ മാറിയിരിക്കുകയാണ്. ലാസ്റ്റ് ഉണ്ടായ ഇൻസിഡന്റ് അത് അവന്റെ ഉള്ളില് ഐസനെതിരായിട്ട് ഒരുപാട് വെറുപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ വൈറ്റ് സെറ്റ് സ്പേസ് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഇച്ചിഗോ അവനാണെങ്കിൽ ഇപ്പോഴും ആ ചോപ്പത്തി പെണ്ണിനോട് നിർത്താതെ ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് എടുക്കും. ആ സ്പൈക്കറാണെങ്കിൽ ഇപ്പൊ ഇച്ചിഗോയുടെ അവസ്ഥ കണ്ട് അവനോട് പറയും, നീ ഇനിയും ഇങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ കൈകൊണ്ട് നീ വടിയാവും. സോ തൽക്കാലത്തേക്ക് നീ ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യ്. അത് കേട്ട് ഇച്ചിഗോ ആണെങ്കിൽ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് വേറൊരുത്തൻ അവനാണെങ്കിൽ അവർ ഫുഡ് ഉണ്ടാക്കിയതും കഴിച്ചതുമായിട്ടുള്ള എല്ലാ ഡിഷും പാനും ഒക്കെ ഉയർത്തി കാണിക്കുകയാണ്. ഇന്നലെ കിട്ടിയ ഹീറോ ആണെങ്കിൽ അവന്റെ ട്രെയിനിങ് ഒക്കെ നിർത്തിവെച്ച് ഇപ്പൊ പാത്രം കഴുകാൻ കിച്ചണിലേക്ക് വരും. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പാത്രം മുഴുവൻ അവൻ ഒറ്റയ്ക്ക് കഴുകുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ചോപ്പത്തി പെണ്ണാണെങ്കിൽ അവളുടെ ടീമിലുള്ള എല്ലാവരോടും പറയും, ഇച്ചിഗോ അവനാണെങ്കിൽ ഇത്രയും ദിവസങ്ങളായിട്ടും കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. എങ്ങനെ പോവാണെങ്കിൽ അവനെ കൊണ്ട് ഐസനെ തോൽപ്പിക്കാനാവില്ല. അത് കേൾക്കേണ്ട താമസം സാഞ്ചിയുടെ പേടി അതങ്ങനെ ഡബിൾ ആവും. കാരണം സാഞ്ചിക്കറിയാം ഓൾമോസ്റ്റ് ഡിസംബർ മാസത്തിലേക്ക് ഐസന ഹൊക്കിയോക്കയുടെ റിസർച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ സീല് തകർത്ത് അതിനെ തിരികെ കൊണ്ടുവരും. അതിനു മുൻപ് എങ്ങനെയെങ്കിലും ഇച്ചിഗോ പവർഫുൾ ആയേ പറ്റൂ. ഇല്ല എങ്കിൽ വലിയ അപകടമാണ്. എങ്ങനെയെങ്കിലും ഹീറോയ്ക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് സാഞ്ചി ആണെങ്കിൽ ഹീറോയുടെ അടുത്തേക്ക് പോകും. അതേസമയം സോൾ സൊസൈറ്റിയിൽ നമ്മുടെ പെണ്ണ് റുഖ്യ അവൾ സ്ട്രെയിറ്റ് ആയിട്ട് അവളുടെ ക്യാപ്റ്റൻ ഒക്കിത്താക്കിയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവൾക്ക് ട്രെയിനിങ് തരാനായിട്ട് ഒക്കിത്താക്കിയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒക്കിത്താക്കിക്കാണെങ്കിൽ അത് കേട്ട് വല്ലാത്ത അത്ഭുതം തോന്നും. കാരണം റുഖ്യ ഒരിക്കലും ആളോട് ട്രെയിനിങ്ങിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് അവനെ സമീപിക്കുന്നത്. റുഖ്യ ആണെങ്കിൽ ഒറ്റയ്ക്കല്ല, അവളോടൊപ്പം തന്നെ ഒർഹിബയെയും അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഒക്കിത്താക്കിയുടെ സഹായത്താൽ നമ്മുടെ പവർഫുൾ ഗേൾസായ റുഖ്യയും ഒർഹിബയും അവർ രണ്ടുപേരും ഉഷാറായിട്ട് ട്രെയിനിങ് എടുക്കും. അതൊക്കെ കണ്ട് ഒക്കിത്താക്കി ആണെങ്കിൽ ഹായ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഒരു ലൂട്ടനന്റ് അവരുടെ സീനിയർ ക്യാപ്റ്റന്റെ ചില നിർദ്ദേശങ്ങൾ ഒക്കിത്താക്കി അറിയിക്കാൻ അവന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ ഒക്കിത്താക്കിയോട് പറയും, 11 സ്ക്വാഡിലെയും 12 സ്ക്വാഡിലെയും സോൾ റീപ്പർ ക്യാപ്റ്റൻസ് അവര് ഓപ്പറായിട്ട് അവരുടെ ജോലികൾ അതൊന്നും തന്നെ ചെയ്യുന്നില്ല. ഓൾറെഡി പവർഫുള്ളായ 3 സോൾ റീപ്പർ ക്യാപ്റ്റൻസിനെ നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ക്യാപ്റ്റൻസിന്റെ അഭാവമുണ്ട്. സോ കൂടുതൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് സീനിയർ ക്യാപ്റ്റൻ പറയുന്നത്. അതുമാത്രമല്ല, തോഷിറോ അടക്കം ഒരുപാട് ക്യാപ്റ്റൻസ് ഇവിടുന്ന് ഹ്യൂമൻ വേൾഡിലേക്ക് പോയി. അതിനാൽ ഞങ്ങൾക്കിപ്പോൾ തരുന്ന മിഷൻസ് എല്ലാം തന്നെ ക്യാപ്റ്റൻ ലെവലാണ്. അത് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കടന്നു പോകും. അത് കേൾക്കുമ്പോൾ ഒക്കിത്താക്കിക്കും ഒരുപാട് വിഷമം തോന്നും. അതിനുശേഷം ഒക്കിത്താക്കി ആണെങ്കിൽ ഒർഹിബയെ തന്നെ ശ്രദ്ധിക്കും. അവളുടെ പവർ കാണുമ്പോൾ തന്നെ അവളുടെ പവറിൽ എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ടെന്ന് ആള് തിരിച്ചറിയാണ്. ഇവളെ ടീമിലേക്ക് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മുതൽക്കൂട്ട് തന്നെയാവുമെന്ന് ആള് കരുതും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഹ്യൂമൻ വേൾഡ് കാണിക്കും. മൊട്ടയുടെ സിസ്റ്റർ ആണെങ്കിൽ അവളുടെ സാമ്പത്തു അതൊക്കെ ഉപയോഗിച്ച് നല്ല ഉഷാറായിട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. കാരണം വരാൻ പോകുന്നത് ഒരു വലിയ യുദ്ധമാണ്. ഇപ്പൊ എല്ലാവരും ഓരോ ഭാഗത്ത് നിന്ന് ട്രെയിനിങ് എടുത്ത് പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്കും
കൂടുതൽ ട്രെയിനിങ് ഒക്കെ എടുത്ത് നല്ല പവർ ആവണമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ നിർത്താതെ ട്രെയിനിങ് എടുക്കും. അവളുടെ സമ്പത്തും പവറും ഒക്കെ കണ്ട് നമ്മുടെ ചുന്ദരി പെണ്ണ് അവളാണെങ്കിൽ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കും. മൊട്ടയുടെ സിസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ദിവസങ്ങളായി നിർത്താതെ ട്രെയിനിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ചുന്ദരി പെണ്ണ് അവളാണെങ്കിൽ ഇത്രയും ദിവസവും മടി പിടിച്ച് ലേസി ആയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവൾക്കും ട്രെയിൻ ചെയ്ത് പവർഫുൾ ആവണമെന്ന് മനസ്സിലായതും അങ്ങനെ ഒരു ചിന്ത വന്നതും. അവൾ പവർഫുൾ ആയിട്ടില്ല എങ്കിൽ ആ ഒരു ഹോലോസിന്റെ കൈകൊണ്ട് അവൾ മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവൾ അവളുടെ ഫ്രണ്ട്സിന് ഒരു ബേർഡൻ ആവും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളും ട്രെയിനിങ് എടുക്കും. പക്ഷെ അവളുടെ സമ്പത്തും ആണെങ്കിൽ അത്രയും പവർഫുൾ അല്ല. അവളെപ്പോലെ തന്നെ ലേസിയാണ് അവളുടെ സമ്പത്തും. സോ അവൾ അവളുടെ സമ്പത്തുവിനേക്ക് നോക്കി ഒരുപാട് സാഡായിട്ട് അങ്ങനെ നിൽക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ തോഷിറോയും നമ്മുടെ മൊട്ടയും അവരാണെങ്കിൽ പ്രാക്ടീസ് ഒക്കെ നിർത്തിവെച്ച് എന്തൊക്കെയോ കാര്യമായിട്ട് ചിന്തിച്ച് ശാന്തമായിട്ടിരിക്കും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആ ഹോലോ വേൾഡും ഹ്യൂമൻ വേൾഡിനും ഇടയിലുള്ള പോർട്ടൽ ഓപ്പൺ ചെയ്യുക. ഒരുപാട് അരങ്കാസ് ഇപ്പൊ ഹ്യൂമൻ വേൾഡിലേക്ക് വരാൻ റെഡി ആവുകയാണ്. അവരങ്ങനെ ഹ്യൂമൻ വേൾഡിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന അതേ സമയം അവരുടെ പവറും സോൾ എസെൻസും ഒക്കെ ഇപ്പൊ നമ്മുടെ സോൾ റീപ്പർ ക്യാപ്റ്റൻസ് കറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്യും. അവർക്കാണെങ്കിൽ വീണ്ടും അതൊരു വലിയ ഷോക്കായിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ സോൾ സൊസൈറ്റി കാണിക്കും. അവിടെയും പവർഫുൾ ആയ അരങ്കാസ് അവറ്റകൾ ഹ്യൂമൻ വേൾഡിലേക്ക് എത്തിയ സിഗ്നൽസ് അതൊന്നൊന്നായിട്ട് ലഭിക്കാനായിട്ട് തുടങ്ങും. അവരാണെങ്കിൽ ഷോക്കായിട്ട് എത്രയും വേഗം സോൾ റിപ്പേഴ്സിന്റെ ബോഡിയിലുള്ള സീലിങ്സ് അത് അഴിക്കാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ അരങ്കാസ് ആണെങ്കിൽ സോൾ റീപ്പർ ക്യാപ്റ്റൻസിനെ അങ്ങനെ നോട്ടം ഇട്ടിരിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഇവർ തന്നെ എന്ന് പറഞ്ഞ് അവർ ആ പോർട്ടലിലൂടെ വമ്പ സ്പീഡിൽ ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റൻസിന് നേരെ ഫ്ലൈ ചെയ്ത് വരും. ആ ഹോലോസ് ആണെങ്കിൽ ഇപ്പൊ ഓരോ ക്യാപ്റ്റൻസിന് നേർക്ക് വന്ന് അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവിടെ ചുന്ദരി സോൾ റീപ്പറിന് അവളുടെ പേടിയും ഹാർട്ട് ബീറ്റും ഒക്കെ അങ്ങനെ കൂടി വരും. കാരണം അവളുടെ ഓപ്പണന്റ് വളരെ വിയേർഡായിട്ടാണ് അവളോട് പെരുമാറുന്നത്. കമ്പാരിറ്റീവ്ലി എനിക്ക് പവർ കുറവാണ്, മാത്രമല്ല എന്റെ സമ്പത്തു അതും എന്നെ പോലെ വീക്കാണ്. ഈ ഒരു അരങ്കാരനെ കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ പവർ വളരെ കൂടുതലാണെന്ന്. സോ ഞാൻ എങ്ങനെ ഇതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും ചിന്തിച്ച് അവളാണെങ്കിൽ പേടിച്ച് നിൽക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇച്ചിഗോ അവനും ഇപ്പൊ ആ ഹോലോസിനെ സെൻസ് ചെയ്ത് അവന്റെ ഫ്രണ്ട്സിനെ സഹായിക്കാൻ പുറത്തേക്ക് പോകാൻ റെഡിയാവും. ഉടനെ സാഞ്ചി ടീമും ആണെങ്കിൽ അവനെ പിടിച്ചു വെക്കുകയാണ്. ഇച്ചിഗോ, നീ എന്തായി ചെയ്യണേ? ഓൾറെഡി നിന്റെ ട്രെയിനിങ് ഒന്നും ആയിട്ടില്ല. അതിനു മുൻപ് നീ ഇപ്പൊ പുറത്തേക്ക് പോയാൽ അത് വലിയ അപകടമാണ്. പക്ഷെ ഇച്ചിഗോ ആണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും. അത് കണ്ട ഷിൻജി ആണെങ്കിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇച്ചിഗോയെ പുറത്തേക്ക് അവന്റെ ഫ്രണ്ട്സിനെ സഹായിക്കാൻ പറഞ്ഞു വിടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് സോൾ സൊസൈറ്റിയിലുള്ള റുക്കയെയും ഒറീബയും കാണിക്കും. അവരും ഈ ഒരു വലിയ പ്രശ്നം അറിഞ്ഞ് ആകെ ടെൻസ്ഡ് ആവുകയാണ്. സോ ഉക്കിത്താക്കി ആണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ അവർക്ക് രണ്ടുപേർക്കും ഹ്യൂമൻ വേൾഡിലേക്ക് പോകാനുള്ള പെർമിഷൻ കൊടുക്കും. ഇവിടെ ഇച്ചിഗോ ആണെങ്കിൽ ആ നീലമുടിയന്റെ ഓപ്പോസിറ്റ് എത്തിക്കഴിഞ്ഞു. നീലമുടിയന് ഇച്ചിഗോയോട് അടങ്ങാത്ത കലിയും വെറുപ്പും പകയുമാണ്. ഇച്ചിഗോയെ കൊല്ലണം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ അവൻ ഇച്ചിഗോയായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇച്ചിഗോയുടെ അടുത്തേക്ക് വരും. ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ കൈകളിലേക്ക് നോക്കും. എന്തുപറ്റി? നിന്റെ ഒരു കൈ അത് നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? അതിന് നീലമുടിയനാണെങ്കിൽ ഫുൾ ആറ്റിറ്റ്യൂഡിൽ ഇച്ചിഗോയോട് പറയും, നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു കൈ തന്നെ ധാരാളമാണ്. എന്റെ കൈകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിന് ഹീറോ അവനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവന്റെ സമ്പത്തു അതങ്ങനെ കയ്യിലെടുത്ത് പവർ റിലീസ് ചെയ്യാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്ത ഇവിടെ ഉറഹറ ആളും ഇപ്പൊ നടക്കാൻ പോകുന്ന ആ വലിയ യുദ്ധത്തെക്കുറിച്ച് മനസ്സിലാക്കും. മാത്രമല്ല ആ അരങ്കാസിന്റെ പവർ അത് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കി ആളും ആളുടെ സമ്പത്ത് പുറത്തെടുക്കുകയാണ്. ഒരഹറയാണെങ്കിൽ റാഞ്ചിയോടും മുടിയനോടും അവരോട് രണ്ടുപേരോടും പറയും, നിങ്ങൾ ഒരു കാരണവശാലും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല, ഇത് നിങ്ങളുടെ സമയമല്ല എന്ന് പറഞ്ഞ് ആളങ്ങനെ കടന്നുപോകും. അങ്ങനെ എല്ലാവരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.